ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. രാജ്യത്തെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ നിർണായ പങ്ക് വഹിച്ച ഒരാളായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി. 71 ഇന്ത്യ പാക് യുദ്ധത്തിൽ നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അറിയാം, ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ലോകം അറിഞ്ഞിരുന്ന യുദ്ധമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1971 നടന്നത്. 13 ദിവസങ്ങൾ കൊണ്ട് പാകിസ്ഥാനെ മുട്ടുകുത്തിക്കാൻ അന്ന് ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞു. ഈ സൈനികരുടെ വിധവകൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതായി ഇന്ദിരാഗാന്ധി പിന്നീട് അറിഞ്ഞു. പിന്നെ വൈകിയില്ല. ഡൽഹിയിലേക്ക് സൈനികരുടെ വിധവകളെ മുഴുവൻ അവർ വിളിപ്പിച്ചു. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിഞ്ഞു. വീടും തൊഴിലും എല്ലാം നൽകി സൈനികരുടെ വിധവകളെ സ്വയം പര്യാപ്തരാക്കാനുള്ള നടപടികളിൽ ഇന്ദിരാഗാന്ധി ഏർപ്പെട്ടു. അതിന് ഒരു ടോപ്പ് പ്രയോറിറ്റിയും കൊടുത്തു. 1972 ഡോക്ടർ വി മോഹിനിഗിരി യുദ്ധവിധവകളുടെ അസോസിയേഷൻ അഥവാ വാർ വിഡോസ് അസോസിയേഷൻ സ്ഥാപിച്ചപ്പോൾ സംഘടനയ്ക്കായി ഷഹീദ് ഭവൻ നിർമ്മിക്കാൻ ഇന്ദിരാഗാന്ധി സൗകര്യമൊരുക്കി കൊടുത്തു. സൈനികരുടെ വിധവകൾ ഒറ്റയ്ക്കല്ലെന്നും രാജ്യം അവർക്കൊപ്പമുണ്ടെന്നും ഉറപ്പ് നൽകി അന്ന് ഇന്ദിര. അസോസിയേഷനെ കൈയയച്ച് സഹായിക്കുക വഴി സൈനികരുടെ വിധവകൾക്ക് ഉപജീവന മാർഗം ഒരുക്കാൻ ഇന്ദിര സഹായിച്ചു. അവരെ പൊതുധാരയിലേക്ക് എത്തിക്കാനും ഇന്ദിര ശ്രമിച്ചു. സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകൾ മെച്ചപ്പെടുന്നുള്ള മാത്രമേ യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം സാധ്യമാകൂ എന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ബോധം. സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും ആദ്യ ചുവടുവയ്പ്. തീർച്ചയായിട്ടും സാമ്പത്തിക ശക്തിയില്ല, സാമ്പത്തികമായി സ്ത്രീകൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ അവർക്ക് അവരുടെ ശാക്തീകരണവും അതേപോലെ തന്നെ വനിതകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയുള്ള തോന്നലുമൊക്കെ തന്നെ വെള്ളത്തിൽ വരച്ച വരയാവും. അതുകൊണ്ട് ഈ ദിനത്തിൽ സ്വയം പര്യാപ്തം നേടാൻ എല്ലാ സ്ത്രീകൾക്കും കഴിയട്ടെ. അവരെ ശാക്തീകരിക്കാൻ പുരുഷവർഗം സഹായങ്ങൾ ചെയ്യട്ടെ. എല്ലാ പ്രേക്ഷകർക്കും 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും വനിതാ ദിന ആശംസകൾ.